സാധാരണ നമ്മുടെയൊക്കെ ബർത്ത്ഡേക്ക് അമ്മ കാണും അച്ഛൻ കാണും. ഇത് പൊന്നെ എന്തു പാടാ. മമ്മൂക്ക കേക്ക് തരുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പീസ് കേക്ക് എടുത്തത് എൻ്റെ വായിലേക്ക് വെച്ച് തരുന്ന ഒരു മൊമെന്റ് എത്ര പേർക്ക് കിട്ടും? നമ്മൾ ഇവിടെ ഒന്നും അല്ല, നമ്മൾ കാല് തറയിലല്ല. സീരിയസ്ലി ആ മുന്നിൽ നമുക്ക് കാല് തറയിലായിരിക്കില്ല. ഇനി എന്താണ് പൊട്ടിക്കാനുള്ള സാധനം? അപ്പോൾ അതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇറങ്ങിയപ്പോൾ മെയിൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത് മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോവിന്ദാണ്. ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നു. ഇന്ന് ജിബിൻ ഗോവിന്ദാണ് ഹാപ്പിയാണ്. നമുക്ക് താങ്ങുന്നതിനപ്പുറത്തേക്ക് അതൊരു സംഭവം. എൻ്റെ കുട്ടികളെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നും അറിയാത്തവരെ കേൾക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് തിരിച്ചറിയില്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ടൊന്ന് തകർന്നു. ഒന്നും വേണ്ട, മീൻസ് അത് സിനിമ എന്നുള്ളതല്ല, എനിക്ക് ഇനി ആരുടെ മുഖത്ത് എനിക്ക് നോക്കണ്ട, എൻ്റെ മുഖം കാണണ്ടെന്ന് ചിന്തിച്ചൊരു മൂല്യം അതായിരുന്നു. സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നവനെ അവൻ്റെ മനസ്സ് തീർക്കാതെ ചെയ്തുകൂടെ എന്നൊരു സാധനം വെറുതെയും കിട്ടും. അന്ന് മലയാളത്തിലെ സകലമാന ചാനലുകളിലും എല്ലാം ഓൺലൈൻ എല്ലാം പത്രങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലും ഉൾപ്പെടെ സകലമായ വാർത്ത വരികയാണ്. പിന്നെ അവൻ വിളിച്ചിട്ട് കാണാൻ ഭയങ്കര സമാധാനം ഉണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാൾ തളരുമ്പോൾ കൈതരാൻ ചുറ്റും പലരും ഉണ്ടാവും. നമ്മൾ അറിയാത്തതുണ്ട്, അത് ഏത് ഭാഗത്തു നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇനി പറയേണ്ടത് അതൊരു പടമാണ്. ഞങ്ങൾ പ്രേക്ഷകർ ആ പടം എന്തിനു പോയി കാണണം? അത് ഏതൊരു പ്രേക്ഷകനും കാണേണ്ട പടമാണ് എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് കണ്ടിരിക്കണം. ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും പടം. അത് ആഘോഷിക്കാനുള്ള പടം, എനിക്കൊരു സംശയമില്ല. നമുക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റും. നേടുന്നതെല്ലാം ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടില്ല. നിങ്ങൾ നടനാണ്, എന്തിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കാനോട് അറിയണം അല്ലേ? എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പാണെങ്കിൽ എനിക്ക് വാഴ എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ തന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു. കോയമ്പത്തൂർ ആ മൾട്ടിപ്ലക്സിലിരുന്ന് കാണുമ്പോൾ അവരെ ആഘോഷിച്ചു. എന്നെ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അടുത്തറിഞ്ഞ് മമ്മൂക്ക എന്താണ്. ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സിനിമയെ ഇത്രയും ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണത്. നിന്റെ പടം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലോ, ഒന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല, കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആ മനുഷ്യൻ നമ്മൾ അപ്ഡേഷൻ ഉണ്ടല്ലോ, എല്ലാം അറിയുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു ഭാഗ്യം ജീവന് കിട്ടിയത്, സാധാരണ നമ്മുടെയൊക്കെ ബർത്ത്ഡേക്ക് അമ്മ കാണും അച്ഛൻ കാണും. ഇത് പൊന്നെ എന്തു പാടാ. മമ്മൂക്ക നമ്മളെ ഈ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സിനിമയെ ഇത്രയും ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണത്. അതൊക്കെ കണ്ടാണ്, അദ്ദേഹം കാണിക്കുന്ന ആ മാജിക്ക് കണ്ടിട്ടാണ് നമുക്ക് അമ്മാതിരി കൊതി വരുന്ന സിനിമയോട്. അദ്ദേഹമൊക്കെ നിൽക്കുന്ന ദൂരെ, വളരെ ദൂരെ നിന്ന് കഴിഞ്ഞാൽ അവിടെയെങ്കിലും നിന്നൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഏറ്റവും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഈ പറഞ്ഞ മൊമെൻ്റ് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നേ. നമുക്ക് ചുറ്റും ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളതല്ലേ. എനിക്കത് എൻ്റെ ജീവിതത്തിൽ അത് എത്ര നാളാണോ എൻ്റെ ജീവിതകാലമുള്ളത്, ആ മൊമെൻ്റ് വരെ എൻ്റെ ഉള്ളിൽ ആ പതിഞ്ഞു കിടക്കുന്ന മൊമെൻ്റാണത്. 2024 ഒക്ടോബർ 22 രാവിലെ ആ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നത്? സത്യം, എത്ര പേർക്ക് കിട്ടും? ഒരു പീസ് കേക്ക് എടുത്തത് എൻ്റെ വായിലേക്ക് വെച്ച് തരുന്ന ഒരു മൊമെൻറ്റ് എത്ര പേർക്ക് കിട്ടും? ഞാൻ കൊതിച്ചിട്ടില്ല അങ്ങനെയൊന്നും. കൊതിക്കാൻ എനിക്ക് പേടിയാണ്, ടെൻഷനാണ്. നമുക്ക് എങ്ങനെ കൊതിക്കാൻ പറ്റും? അതെ, വിശ്വസിക്കാൻ പറ്റും സ്വയം? പക്ഷെ അത് സംഭവിച്ചില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് സിനിമയുടെ മാജിക്. മമ്മൂക്ക കേക്ക് തരുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, അത് ഞാൻ എങ്ങനെയാണത് ആസ്വദിച്ചതെന്നോ എനിക്കറിയില്ല. ഞാൻ വേറൊരു മൂഡിലായിരുന്നു, വേറെ ഏതോ ലോകത്തായിരുന്നു. സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെയാണ്. അത് നമ്മൾ ഇവിടെ ഒന്നും അല്ല, നമ്മൾ കാല് തറയിലല്ല ആ മുന്നിൽ. സീരിയസ്ലി ആ മുന്നിൽ നമുക്ക് കാല് തറയിലായിരിക്കില്ല. എന്നാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും മറ്റേ ബഹിരാകാശത്താണോ അതുമല്ല, ഇതിനിടയിലൊക്കെ ചുറ്റൊക്കെ ആയിട്ട് ഒരു എന്തോ ഒരു സംഭവത്തിനോട് അതിനകത്ത് നിൽക്കുക. അങ്ങനെയാണ്. അതൊരു എക്സാജറേഷൻ അല്ല കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ അജിനായാലും അതേ ഫീൽ ചെയ്യുള്ളൂ. അത് അനുഭവിച്ചവർക്കറിയാം, അനുഭവിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി എന്താണ് പൊട്ടിക്കാനുള്ള സാധനം? പൊട്ടിക്കാൻ എന്താ ഉള്ളത്? കളങ്കാവലാണ് എൻ്റെ ഏറ്റവും പുതിയ വിശേഷം. നല്ലൊരു വേഷം. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി സാറിൻ്റെ പടമാണ്. അതിൽ നല്ലൊരു ക്യാരക്ടർ തന്നിട്ടുണ്ട്. നവംബർ 27 റിലീസാവുകയാണ്. സർപ്രൈസ് ആണോ? ക്യാരക്ടർ പറയാമോ? ക്യാരക്ടർ പറയുക എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. മമ്മൂക്കയോടൊപ്പം ആ പടത്തിൽ ഒരു പ്രധാന ക്യാരക്ടർ തന്നെയാണ്.
എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് ഇപ്പോൾ അതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇറങ്ങിയപ്പോൾ മെയിൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത് മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ് ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നു, മെയിൻ ആക്ടേഴ്സ് ഇട്ട്. ഞാനത് ആഘോഷിച്ചു കേട്ടോ. എല്ലാവരും നോക്കടാ ജിബിൻ ഗോപിനാഥ്, ദൈവമേ. ഞാൻ ഡയറക്ടറിന് ഞാൻ ചോദിച്ചു ഇത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് ചോദിച്ചു. ഫേക്ക് അല്ല ഒറിജിനലാ. അപ്പോൾ എൻ്റെ ചിന്ത ഫേക്കാണെന്നല്ലോ. എന്തൊരു അതേ മെയിൻ ആക്ടേഴ്സിൽ എൻ്റെ പേരുണ്ട്, അതേ ഉണ്ട്, സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഈ ലൊക്കേഷനിൽ മമ്മൂക്കയോടൊക്കെ സംസാരിച്ചിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര കാര്യം. കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അടുത്തറിഞ്ഞ് മമ്മൂക്ക എന്താണ്? അയ്യോ, എനിക്കൊരിക്കലും ഈ നമ്മളല്ലേ ഈ അപ്രാപ്യമായിരുന്നു എന്നുള്ള ഒരു സംഭവമായിരുന്നു മമ്മൂട്ടി സാറൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വളരെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റുന്നു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുന്നു, പല കാര്യങ്ങളും നേരിട്ട് ചോദിക്കുന്നു, അതിന് വളരെ കാര്യമായിട്ട് നിന്ന് മറുപടി പറയാനും കാര്യങ്ങളിലേക്ക് ഇടപെടുത്തി കൂടെ നിർത്തുന്നു. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ തന്നു ദൈവം, അല്ലെങ്കിൽ ഒരു പ്രകൃതി നമുക്ക് അതിനൊക്കെ ഒരു അവസരം തന്നു. അതിപ്പം ഇപ്പം ആ ക്യാരക്ടർ തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ തരേണ്ടതല്ലേ? അതൊരു ഭാഗ്യമല്ലേ? അതിന് മുമ്പ് ഞാൻ കണ്ണൂർ സ്ക്വാഡാണ് അദ്ദേഹത്തോട് ഒരു സീനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സീൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാൻ ചെയ്യുന്ന ഒരാളാണോ ഇല്ലയോ എന്നുള്ള അദ്ദേഹത്തിന് ധാരണയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാന ക്യാരക്ടർ വയ്ക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അല്ലേ? കാര്യം പ്രൊഡ്യൂസർ അദ്ദേഹമാണ് അല്ലേ? ഈ എപ്പോഴെങ്കിലുമേ ഇതൊക്കെ യാഥാർത്ഥ്യമായി സംഭവിക്കുമ്പോൾ സ്വപ്നമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില മൊമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ആ കേക്ക് തന്നൊരു മൊമെൻറ്റ്, അത് ഞാൻ തറയിൽ തന്നെയാണോ നിൽക്കുന്നത് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ കാല് തറയിൽ തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് ഏത് ഒരു സ്പേസിലാണ് നിൽക്കണമെന്നറിയാതെ അമ്മാതിരി എനിക്ക് ആ ഒരു സന്തോഷത്തിനപ്പുറത്തേക്ക് വേറെ സാധനമുണ്ട്. നമ്മളെ മൊത്തം എന്തോ ഒരു സാധനം വന്ന് പൊതിയും, ഇങ്ങനെ ഭയങ്കര ഒരു തണുപ്പുള്ളൊരു സംഭവമുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടും ഒരു താരജാടയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലാത്ത എന്താ ഒരു സിംപ്ലിസിറ്റി? താരജാട എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അയ്യോ, അങ്ങനെയല്ല. അതൊരു എനിക്കടുത്തറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അങ്ങനെ എന്നോട് എല്ലാവരും നല്ല പെരുമാറുന്നത്. അല്ല, അപ്പോഴും ജിബിൻ ഗോപിനാഥനൊന്നും ചിന്തിക്കാം. എന്താണ്? മമ്മൂക്കയോട് അഭിനയിച്ചു, ഇത്രയും പടങ്ങളിൽ അഭിനയിച്ചു, ഒന്നൊരു ഹെഡ് വെയിറ്റ് ഒക്കെ ആകാം. എന്തിന് ഒരാവശ്യമില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലെന്നേ. നമ്മൾ ഇനിയും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചിരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും. എല്ലാവരോടും ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എന്തിനാ അഹങ്കരിക്കുന്നത്? ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതല്ലേ, എനിക്കിത്രയും അമിതമായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ. അത് ഞാൻ പറയും, സിനിമ ഞാൻ ആക്രാന്തത്തോടെ കാണുന്ന ഒരാളാണ്. ഞാൻ വളരെ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല നല്ല സംഭവം ചെയ്യണമെന്ന് അത്രയും ആക്രാന്തമുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ആ വാക്ക് തന്നെ യൂസ് ചെയ്യും, ആക്രാന്തം തന്നെയാണ്. അതെനിക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ സാറിന് അവാർഡ് കിട്ടിയിട്ട് ഒന്ന് കാണുമല്ലോ എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ ചെന്നിരുന്നതാണ്. ചെന്നു സാറിനോട് ആ ഒരു സന്തോഷം നമ്മൾ പറയണമല്ലോ. സാർ ഭയങ്കര സന്തോഷമുണ്ട്, അത് അദ്ദേഹത്തിന് ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ, എത്രയോ തവണ കിട്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും കിട്ടുമ്പോഴത്തേക്കും ഈ മാതിരി ഇത്രയും പടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഏറ്റവും മികച്ച നടന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പേഴ്സണലി എനിക്ക് ഒരു ഓസ്കാർ കിട്ടിയില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും നന്നായിട്ട് അറിയുന്ന ഒരു ആളാന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ സാറിനോട് അഭിനന്ദനം പറയുന്നതിന് മുമ്പ് സാറിനോട് എടാ കൺഗ്രാജുലേഷൻസ്, നീ ഇങ്ങ് വന്നാ. ഞാൻ പെട്ടെന്ന് ഞാൻ കൺഗ്രാജുലേഷൻ പറയാൻ വന്നപ്പോൾ സാറ് പറയാണ് കൺഗ്രാജുലേഷൻസ് ഇങ്ങോട്ട് പറയുന്നു. പെട്ടെന്ന് എൻ്റെ കിളിവ് എന്താണെന്നുള്ളത്, നിൻ്റെ പടം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലോ, നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല, കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആ മനുഷ്യൻ നമ്മൾ അപ്ഡേഷൻ ഉണ്ടല്ലോ, എല്ലാം അറിയുന്നുണ്ട്. ഭയങ്കര അപ്ഡേഷൻ അല്ലേ? ഭയങ്കരമല്ലേ? എല്ലാം ലോകത്തുള്ള എല്ലാ കാര്യത്തെ പറ്റിയും എല്ലാം അപ്ഡേറ്റഡ് അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇതാണല്ലോ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ആ പടവും ഞങ്ങൾ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇനി പറയേണ്ടത് അതൊരു പടമാണ്. അതിപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്തെന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് വേറൊരു അനുഭവമായിരിക്കും കേട്ടോ. ഞങ്ങൾ പ്രേക്ഷകർ ആ പടം എന്തിനു പോയി കാണണം എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം തരും? അത് ഏതൊരു പ്രേക്ഷകനും കാണേണ്ട പടമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കണ്ടിരിക്കണം. മനസ്സിലായല്ലേ? ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു പറഞ്ഞൊരു അതിന് കൃത്യം വാക്കുന്നത് ഒരു അഴിഞ്ഞാട്ടമായിരിക്കും പടം. ലാലേട്ടൻ്റെ വേറൊരു സംഭവമായിരിക്കും പടം. അതായത് ലാലേട്ടൻ നമ്മൾ ഇതുവരെ കാണാത്തതായിരിക്കുമോ? അതെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ലാലേട്ടൻ ഒരു പ്രത്യേക മൊമെൻറ്റിൽ പടത്തിൽ വരും. അവിടെ നിന്ന് അങ്ങോട്ട് ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ഒരു പൊളിക്കും. അതുവരെ ദിലീപേട്ടൻ മാത്രമായിട്ട് നിന്ന് പൊളിക്കും. അങ്ങനെയൊക്കെ പോകുന്നൊരു സാധനമാണ്. അതിനിടയ്ക്ക് വിനീത് ശ്രീനിവാസൻ്റെ നമ്മൾ കാണാത്ത കുറേ പരിപാടികൾ പടത്തിൽ കാണും. ഇതിനിടയ്ക്ക് ധ്യാൻ ശ്രീനിവാസൻ വരും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒരു വേൾഡ് ഓഫ് എന്ത് പറയാൻ
കുറേ ഭ്രാന്ത് കാണിച്ച് നമ്മളെ അങ്ങ് അടിച്ചിടും. ഒരു മാഡ്നസിൻ്റെ വേറൊരു ലോകമായിരിക്കും. മസ്റ്റായിട്ട് കാണണം, മസ്റ്റ് വാച്ച്. അത് ആഘോഷിക്കാനുള്ള പടം, എനിക്കൊരു സംശയമില്ല. ധനഞ്ജയ് ആ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ധനഞ്ജയ് ഒരു കടുത്ത വിജയാരാധകനാണോ? തീർച്ചയായിട്ടും വലിയൊരു വിജയ ആരാധകനാണ്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര കുറേ അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം പടം തൂക്കട്ടെ എന്നുള്ളത് പടം പടം തൂക്കി. അതിലൊരു സംശയം വേണ്ട. ഗംഭീര പരിപാടിയായിരിക്കും. ഫാഹിമും നൂറിനും ഉണ്ട്, നമ്മുടെ കൂട്ടുകാരാണ്. അവർ ആ ലെവലിൽ അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഇവൻ അതിനെ ധനഞ്ജയ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ ചേർന്നാൽ അങ്ങ് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. ദിലീപൻ പറഞ്ഞ പോലെ ദിലീപേട്ടൻ അഴിഞ്ഞാട്ടം ഉറപ്പല്ലേ? 100% ഒരു സംശയം വേണ്ടല്ലേ. അപ്പം ഞങ്ങൾ അതിനും കാത്തിരിക്കുന്നു. അതെ. ഇനിയിപ്പോൾ എന്താണ്? ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പം പ്രണവിനോടൊപ്പം അഭിനയിച്ചു. അടുത്തത് പ്രണവിൻ്റെ സഹോദരിയുടെ ഫസ്റ്റ് ഫിലിം വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ നായികയായിട്ടുള്ള ചിത്രമാണ് തുടക്കം. വിസ്മയുടെ തുടക്കമാണ്. അപ്പോൾ ജൂഡ് സാർ എന്നെ അതിലൊരു നല്ലൊരു ക്യാരക്ടറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ വിസ്മയുടെ തുടക്കത്തിനോടൊപ്പം തന്നെ എനിക്കും ആ തുടക്കത്തിൽ ഭാഗമാകാൻ പറ്റി. തീർച്ചയായിട്ടും. അതാ പറഞ്ഞത്, ആ ഫാമിലിയിൽ 2 പേരുടെയും കൂടെ ഇപ്പം ലാൽ സാർ അതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 3 പേരോടൊപ്പം അഭിനയിക്കാൻ പറ്റി എന്നൊരു ഭാഗ്യം കൂടെ ഉണ്ടാകും. അതിപ്പോൾ ഇന്ന് ജിവിൻ ഗോപിനാഥ് ഹാപ്പിയാണോ? ഞാൻ എന്ന് ഹാപ്പിയാണ്. അതായത് സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനോ, അങ്ങനെ സങ്കടം വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാനോ താല്പര്യപ്പെടുന്നില്ല. ഇല്ല, നമുക്ക് ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ ചില മൊമെൻറ്റ്സിൽ നമ്മൾ ഈ സങ്കടത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ വീണു പോകും. പക്ഷെ ഞാനത് വീഴുന്നത് എന്നത്തേക്കായിട്ടുള്ളൊരു വീഴ്ചയല്ല, ഞാൻ തിരിച്ച് കയറാനുള്ള വീഴ്ചയാണ്. ഈ പൊട്ടിക്കരഞ്ഞ അല്ലെങ്കിൽ ഞാൻ മടുത്തു, എനിക്കിനി മുന്നോട്ട് യാത്ര ചെയ്യണ്ട എന്നൊരു തോന്നൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഒറ്റ ഇൻസിഡൻറ്റിലാണ്. അത് സിനിമയോടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായതല്ല. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയാസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ട സമയത്തായിരുന്നു. അവിടെ കുട്ടമ്പിള്ള പോലീസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. ഒരു സീരീസാണത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തൊരു ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായി. പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നോക്കിയിട്ട്, മീൻസ് ഭയങ്കര രസകരമായിട്ട് തമാശയൊക്കെ ചേർന്നതാണ്. പക്ഷെ അതിൻ്റെ പൊളിറ്റിക്സ് വേറൊരു രീതിയിലേക്ക് കുറച്ച് പേര് പൊക്കിയെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വല്ലാണ്ട്, ഇപ്പം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഞാനായതുകൊണ്ട് തന്നെ അതെന്നെ വല്ലാണ്ട് ബാധിച്ചു. ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ എനിക്കിട്ട് നല്ല രീതിയിൽ പണി കിട്ടിയപ്പോഴത്തേക്ക് ഒരു മൊമെൻറ്റിൽ, കാര്യം എനിക്കന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. എനിക്കൊരു മോളും മോനും ട്വിൻസാണ് അവർ. അപ്പോൾ എൻ്റെ മോളെയൊക്കെ ചേർത്തിട്ട് അമ്മാതിരി മോശം കമൻസും മോശമായിട്ട് ഓരോരുത്തരും അവിടെ നിന്നൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയപ്പം ഞാനൊന്ന് ബ്രേക്കായി. കാര്യം അവരെന്തറിഞ്ഞിട്ടാണ്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ്. ഈ സൈബർ ബുള്ളിങ് വലിയൊരു സംഭവം. അത് സൈബർ ബുള്ളിങ് അതാണ് അതിൽ വിഷയം വന്നത്. അതിനകത്തൊരു ഒരു സെഗ്മെൻറ്റിൽ സൈബർ ഇടങ്ങളിൽ, മീൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ അതിന് ലൈവൊക്കെ പോകുമ്പോഴത്തേക്ക് മോശം കമൻറ്റ് ഇടുന്നവനും അതിന് മോശമായിട്ട് റിപ്ലൈ കൊടുക്കുന്നതും രണ്ടും ഈ പൊതു ഇടത്തിൽ തെറ്റാണ്. അത് ശിക്ഷാർഹമാണെന്നൊരു സാധനമാണ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് ആ സാധനം പൊങ്ങി വന്നു. അത് വേറെ ആരെയൊക്കെയോ ബുദ്ധിമുട്ടിക്കത്തക്ക രീതിയിലേക്കാണ് അത് ചൂണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് കഥ വന്നപ്പോഴത്തേക്കും ഈ അവരുടെ ഹെയ്റ്റേഴ്സ്, അവരുടെ ഈ പറഞ്ഞ കഥയിലെ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങോട്ടേക്ക് എനിക്ക് നേരെ തിരിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് താങ്ങുന്നതിനപ്പുറത്തേക്ക് അതൊരു സംഭവം. എൻ്റെ കുട്ടികളെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നും അറിയാത്തവരെ കേൾക്കേണ്ട ആവശ്യം എന്താണ്, അവർക്ക് തിരിച്ചറിയില്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ടൊന്ന് തകർന്നു പോയി. അപ്പോൾ ഞാനൊരു പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ടു. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ്. അത് എന്ത് പരിപാടിയായാലും ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം എന്ന് അത്രയും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു അവസരം ഞാൻ യൂസ് ചെയ്യാൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. വേറൊരാളിനെ ഹർട്ട് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് അറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ പരിപാടിയും നിർത്തുന്നു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു മിനിറ്റുകൾക്കകം തന്നെ അത് ഭയങ്കരമായിട്ട് വൈറലായതിനപ്പുറത്തേക്ക് എന്നോട് കുറേ പേര് അതിപ്പം നീ മാറ്റണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് വീഴേണ്ടവനല്ല നീ എന്ന് പറഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും പുറത്തുള്ള കുറേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും സിനിമയിലുള്ള കുറേ ആൾക്കാരെ വിളിച്ചിട്ട് നീ അതിപ്പം മാറ്റണം എന്ന് വിളിച്ച് പറഞ്ഞു. ഞാനതങ്ങ് മാറ്റി. ഞാൻ ആ മൊമെൻറ്റിൽ ഹൈ ആയി. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്,
ഈ ഊരും പേരും മുഖമില്ലാത്ത കുറേ ആൾക്കാർ പറയുന്നിടത്തല്ല എൻ്റെ ജീവിതമെന്ന് ഞാൻ ആ മൊമെൻറ്റിൽ എനിക്ക് ആ ഒരു 10 മിനിറ്റിലത്തേക്ക് വീണ് പോയ ഒരു 10 മിനിറ്റിലത്തേക്ക് ഞാൻ ഇപ്പോഴും എനിക്ക് സ്വയം ഒരു ഖേദം തോന്നാറുണ്ട്. എന്തിന് ഞാൻ അവിടെ വീണു എന്നുള്ളത്. അതെ, ഞാനത് പാടില്ലായിരുന്നു. പക്ഷേ വലിയൊരു തിരിച്ചറിവായിരുന്നു. വലിയ തിരിച്ചറിവായിരുന്നു. അച്ഛൻ എന്നുള്ള നിലയ്ക്കുണ്ടായ ഒരു എന്താ നമ്മുടെ ഹേർട്ടിനുണ്ടായ ഒരു ബ്രേക്ക്, ആ ഒരു ഹേർട്ട് ബ്രോക്കണായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായ ഒരു വിഷമമായിരുന്നു അത്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി ഒരിക്കലുമല്ല, എൻ്റെ ജീവിതം സിനിമയാണ്, അല്ലെങ്കിൽ എനിക്ക് സിനിമ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൊതി. ഞാൻ എന്തിനാ അതിൽ നിന്ന് പുറത്തു പോകണം? ഈ പറഞ്ഞവരാരെയും എനിക്കറിയില്ല, മുഖമില്ലാത്തവരാണ് അവിടെ ഇരുന്ന് പറഞ്ഞത്. അതെ, പറഞ്ഞോട്ടെ, ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അതിനൊക്കെ ആ ഒരൊറ്റ മൊമെൻ്റാണ് ജീവിതത്തിൽ ഒന്നും വേണ്ട, മീൻസ് അത് സിനിമ എന്നുള്ളതല്ല, എനിക്ക് ഇനി ആരുടെയും മുഖത്ത് എനിക്ക് നോക്കണ്ട, എൻ്റെ മുഖം കാണണ്ടെന്ന് ചിന്തിച്ചൊരു മൊമെൻ്റ് അതായിരുന്നു. അത് മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല. ഇല്ല, തളരില്ല. അതിന് എന്ത് സംഭവിച്ചാൽ ഞാൻ കുറച്ച് വിശ്വാസമാണ്. 100%. ഈ കീറുന്ന ടിക്കറ്റുകളാണ് ഓരോ സിനിമയുടെ വിജയങ്ങൾ. ഈ സിനിമ തിയേറ്ററിൽ പോയിരിക്കുമ്പം കിട്ടുന്നൊരു ഉന്മേഷം ഉണ്ടായിരിക്കും. ഭയങ്കര. എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് റിവ്യൂ ചെയ്യുന്നവരോട് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പടത്തെ നല്ല രീതിയിൽ പറയുന്നത്. പക്ഷേ ഞാനൊരിക്കൽ ഇടയ്ക്ക് വാഴ സിനിമ ചെയ്തിരിക്കുന്ന സമയത്ത് OTT റിലീസായപ്പോൾ ഒരു പർട്ടിക്കുലർ സീനിനെ എടുത്തു വെച്ചിട്ട് അതിൽ അഭിനയിച്ചൊരു നമുക്കൊക്കെ അറിയാമെന്നുള്ളൊരു പയ്യനെ വല്ലാത്ത രീതിയിൽ ട്രോളി അവനെ കൊന്നെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ. സീരിയസ്ലി. അപ്പം ഞാനിങ്ങനെ അതെന്നെ ഭയങ്കര ഹേർട്ട് ചെയ്തു ഭീകരമായിട്ട്. കാര്യം അവനെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ വെറുതെ ആ പേരോ കാര്യമോ ഒന്നും പറയാതെ ഞാനൊരു പോസ്റ്റ് ഇട്ടു. സിനിമ ആഗ്രഹിച്ച് വരുന്നവനെ അവൻ ചെയ്തൊരു സീനിൻ്റെ പുറത്ത് ആവശ്യമില്ലാതെ മാനസികമായി തകർക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ട്രോളുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും ആയിക്കൂടെ? തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. വെറുതെ അവൻ്റെ മനസ്സിനെ തകർക്കുന്ന രീതിയിൽ ചെയ്യാതിരുന്നുകൂടെ? അവകാശമുണ്ട്, എല്ലാവർക്കും സ്വന്തം പേജിൽ നിന്ന് എഴുതാൻ അവകാശമുണ്ട്, അതൊരു തെറ്റുമല്ല. പക്ഷേ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നവനെ അവൻ്റെ മനസ്സ് തീർക്കാതെ ചെയ്തുകൂടെ എന്നൊരു സാധനം വെറുതെയും കിട്ടും. ഇതിട്ട് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് ഇടുന്നത്. ഇപ്പോൾ പതിവില്ല, ഉച്ചയ്ക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇടുന്ന ഒരു പതിവില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു ഓൺലൈൻ, ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഒരു ഓൺലൈനിൽ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ സാധനം വരികയാണ്. പിന്നെ നോക്കുമ്പോൾ അന്ന് മലയാളത്തിലെ സകലമാന ചാനലുകളിലും എല്ലാം ഓൺലൈൻ, എല്ലാം പത്രങ്ങളിലും ഓൺലൈൻ പത്രങ്ങളിലും ഉൾപ്പെടെ സകലമായ വാർത്ത വരികയാണ്. വാർത്ത വന്ന് ഇതങ്ങൊരു ചർച്ചയായി, ഭീകരമായ ചർച്ചയായി. കുറേ സിനിമാക്കാർ വിളിച്ചു, ജിബിനെ പക്കയാണ് പറഞ്ഞത്, നിങ്ങളത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാൻ ആലോചിച്ചത്. നമ്മളിപ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ടെന്നേ, ഇത് അവന് ആ ആളിനെ പിന്നെ അവൻ വിളിച്ചിട്ട് ഭയങ്കര സമാധാനം ഉണ്ടെന്ന്, നിങ്ങൾ ആ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് ജിബിന് വേണ്ടി എഴുതാൻ ആരും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും അല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞല്ലോ, നിങ്ങളങ്ങനെ ആ ഒരു പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടോ വീഴേണ്ടവനല്ല നിങ്ങളെന്ന് എന്നോട് സംസാരിച്ചവരാണ് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവുന്നേ, ഒരാൾ തളരുമ്പോൾ കൈതരാൻ ചുറ്റും പലരും ഉണ്ടാവും. നമ്മൾ അറിയാത്തതുകൊണ്ട്, അത് ഏത് ഭാഗത്തു നിന്നാണെന്ന് പറയാൻ പറ്റില്ല, അത് ഉണ്ടാവും. അതൊരു പ്രപഞ്ച സത്യമാണത്. ഒരിക്കലും ഒരാൾ ഒരു കുഴിയിൽ കിടക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്കൊരു കൈ അവിടെ വരും. ആ കൈ വരും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു കൈ നമ്മളെ പിടിക്കാനുണ്ടാവും. അതെ, ആ ഒരു കൈ പിടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂഡ് വേറെയാണ്. നമ്മൾ തരുന്നൊരു അതൊരു നമ്മളെ തലത്തിലോട്ട് കൊണ്ടുപോകില്ല. അത് നമുക്കൊരു സഹായത്തിന്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ അവിടുന്ന് കരകയറ്റാൻ, രക്ഷപ്പെടുത്താൻ ഒരു കരം അവിടെ. നമുക്കാരെയും അളക്കാൻ പറ്റത്തില്ലല്ലേ? ഒരിക്കലും പറ്റില്ല. അജിന് എന്നെ പറ്റില്ല, എനിക്ക് അജിനെ പറ്റില്ല. ഇവിടെ ഇരിക്കണ ചുറ്റും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നമുക്ക് അനുഭവം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതും മോശമായിട്ട് അനുഭവങ്ങൾ സ്വാഭാവികമായിട്ട് ഇഷ്ടം പോലെ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മളൊരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ചെന്ന് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നേരിട്ട് ചോദിക്കുന്നത് നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. ചിലരിത് പറയാതെ അത് സത്യമാണെന്ന് കരുതി മനസ്സിൽ വെച്ച് പിന്നെ നമ്മളോട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ കിളി പാറും, ഇതെന്താ ഇങ്ങനെ? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരാളോട് തുറന്നു പറയുന്നതിൽ എന്താ വിഷയം? അതെ, ഇന്നും പല ബന്ധങ്ങളിൽ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരസ്പരം ഒന്നിരുന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു ചിരിയിൽ തീരാന്നുള്ളത്, സീരിയസ്ലി ഒരു ചിരിയിൽ തീരാന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഒരാളോട് ചിരിക്കാൻ. ഒരാൾ നമ്മളോട് ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ചിരിയാണ്. വളരെ വെറുതെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഞാൻ തന്നെ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി പെട്ടെന്ന് കുറുകെ ഒരാളെടുത്ത് വയ്ക്കുകയാണ്. എനിക്ക് പറ്റിയിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ചേട്ടാ സോറി ആ ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ നിന്നയാൾ ഓക്കെ എന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു ചിരി, ഒരു മൊമെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു ചിരി എത്രയോ വലിയ കലഹങ്ങളെ മാറ്റുമെന്നറിയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരാളാണ്. എനിക്ക് ചിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ചിരി കിട്ടാൻ ആഗ്രഹമുള്ള ഒരു വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചിരിച്ചാൽ മതി. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ് ചിരിക്കുക എന്നുള്ളത്. മനുഷ്യന് മാത്രം തന്നിട്ടുള്ളൊരു കഴിവാണ്. ആ ഒരു ചിരി നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്ത് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യണമെന്നല്ല, അറിയാണ്ട് വരണം. ചിരി ഭയങ്കരമായിട്ട് അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഒരാൾ ചിരിക്കുന്നത് കണ്ടാൽ ഭയങ്കര രസമല്ലേ. ഒരാളുടെ ചിരി നമുക്ക് സന്തോഷം ഉണ്ടാക്കൂലേ. വേറൊരാൾ ചിരിക്കുന്നതിലല്ലേ സങ്കടഘട്ടത്തിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഇല്ലേ അല്ലേ. ഞാൻ ഇതല്ലാതെ കേട്ട വേറൊരു കാര്യമുണ്ട്. സിനിമാ മേഖലയിൽ സിനിമാ ബന്ധങ്ങൾ വേണ്ട, സിനിമാ സൗഹൃദങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് വാസ്തവമാണോ? എനിക്കങ്ങനെ അനുഭവമൊന്നുമില്ല. ഞാൻ എല്ലാവരോടും സൗഹൃദത്തിലാണ്. എല്ലാവരും എന്നോടും ഞാൻ അതിലൊന്നും അവരുടെ ഉള്ളിൽ എന്താണെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. എന്നോട് ചിരിച്ചാൽ ഞാൻ ചിരിക്കും. എൻ്റെ ചിരി 100% സത്യമാണ്. എനിക്ക് ഫേക്കായിട്ട് ചിരിക്കാൻ അറിയില്ല. ഇല്ല. ദേഷ്യമാണെങ്കിൽ മുഖത്ത് തന്നെ വരും. മുഖത്ത് ദേഷ്യം വന്നാൽ ദേഷ്യം വരുത്തുകയും ചെയ്യും. ആ ദേഷ്യം 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റിനപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല. ഇനി എൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് എടാ അത് വിട് എന്ന് പറഞ്ഞ് ചിരിച്ച് കൂടെ കൊണ്ടുപോയി ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത്. എനിക്കതാണ് താല്പര്യം. ഒരു മോശാവസ്ഥയും ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ചിരിയിൽ അത് തീർക്കണം. അതെ, ഒരു സ്നേഹവാക്കിൽ അത് തീരണം. ഈ അച്ഛൻ എന്നൊരു ഉപദേശം എന്തായിരിക്കും? നമ്മളായിട്ട് ആരെയും ഒരു ബുദ്ധിമുട്ടിക്കരുത്. ഒരു കാര്യത്തിലും ബുദ്ധിമുട്ട് നമ്മളായിട്ടുണ്ടാക്കിയെന്ന് പറയരുതെന്ന് എപ്പോഴും അച്ഛൻ പറയും. അത് കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്നവരാണ്. നമ്മളായിട്ട് അച്ഛന് കുറച്ച് അമ്മാതിരി ഒരു അഭിമാന ബോധമൊക്കെ ഇത്തിരി കൂടുതലുള്ള ആളാണ്. അച്ഛന് നമ്മളായിട്ടൊരു ഇപ്പം ഗോവിണ നിങ്ങളുടെ മോൻ എന്തോ കാണിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു തരം സംഭവം ഉണ്ടാവരുത് എന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എനിക്കും അതുണ്ട്. നീ എന്തിനാടെ അങ്ങനെ കാണിച്ചതെന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. അത് പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അത് നമ്മളറിയാത്ത തലത്തിലേക്ക് അവസാനം ചെന്നപ്പോൾ അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത്രയൊക്കെ സിനിമകൾ ഇപ്പം നിലനിൽക്കുമ്പോഴും നമുക്ക് പറയാൻ എളുപ്പമല്ലേ? സിറ്റുവേഷൻ ഭയങ്കര പാടാണ്. അല്ല, അനുഭവിക്കുക എന്നുള്ളൊരിതില്ല. സ്ട്രഗ്ലിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഓക്കെ, അത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. അത് നമ്മളെ വേദനിപ്പിക്കുന്നതല്ല. അത് നമുക്ക് മുന്നോട്ടുള്ളൊരു എനർജി മാത്രമാണ്. അതെപ്പോഴും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതിപ്പോൾ വയ്യ എന്നൊരു സാധനം എനിക്കില്ലാത്തതിന് കാരണം അതാ. ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ പോകുന്നത് റൈറ്റ് വേയിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ സ്ട്രഗിളിങ്. അപ്പോഴും ഈ സിനിമയിലെ റൈറ്റ് വേ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുക്കലല്ല, ഒരിക്കലും ഒരു തിരഞ്ഞെടുക്കലല്ല. ആ വേ തിരഞ്ഞെടുക്കലല്ല. കൃത്യമായിട്ട് ഇതാ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നമ്മളെ കൃത്യമായിട്ട് ആ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്, തിരഞ്ഞെടുക്കുന്നതല്ല. നമുക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നതല്ല, നമുക്ക് ഒറ്റയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റും. നേടുന്നതെല്ലാം ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടില്ല. ഉറപ്പാ. അല്ലാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ അതൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി എന്ന് പറഞ്ഞാൽ വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. വഴി വെട്ടിയിട്ട് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ ആ പറഞ്ഞ കമൻറ്റിനോടല്ല ഞാനും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വഴി വെട്ടിയാലും നമ്മൾ ഏതുവരെ വെട്ടും? അതെ, ഏതുവരെ വെട്ടും? വഴി വെട്ടി വരാനേ പറ്റുള്ളൂ. വഴി വെട്ടി അവിടെ വന്ന് അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വഴി വെട്ടി വന്നിട്ട് ഈ വഴി അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് എന്ത് ചെയ്യും? വഴി അവിടെ നിന്നുമില്ലേ? ഞാൻ ചിന്തിക്കുന്നതാണ്, എൻ്റെ ചിന്തയാണ്. വഴി വെട്ടി വന്നിട്ട് നമ്മളെ കയറ്റാൻ ഒരു സ്ഥലം വേണ്ടേ, ഒരു ഡോറ് വേണ്ടേ, ഡോറ് തുറന്നു തരണ്ടേ. വഴി വെട്ടിയിട്ട് തള്ളി തുറക്കാൻ പറ്റില്ല. അവിടെ ഇല്ല, നമുക്ക് തള്ളാനേ പറ്റുള്ളൂ. അകത്തെ ലോക്ക് എടുത്ത് തരണം. നിങ്ങൾ ചെയ്ത ഓരോ കഥാപാത്രത്തിൻ്റെ വിജയത്തിൽ ഞാൻ കാണുന്നൊരു പങ്ക്, നിങ്ങൾ നടനാണ്, എന്നിരുന്നാലും നിങ്ങളെ ഉപയോഗിക്കാനോട് അറിയണം അല്ലേ? എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആരും മോശമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാര്യം, ഇതിനു മുമ്പാണെങ്കിൽ എനിക്ക് വാഴ എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ തന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു.
വിപിൻ ദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പ്രൊഡ്യൂസറായിട്ടുള്ള അദ്ദേഹം ആനന്ദ് വിവരനാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് എന്നോട് പടം ഇറങ്ങുന്നതിന് മുമ്പ് വിപിൻ ദാസ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ജിബിന് ഇതിനേക്കാളും വലിയ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നോക്കിക്കോ, പടം മറ്റന്നാൾ ഇറങ്ങും, നിങ്ങൾ ഇനി കുറേ കാലത്തേക്ക് അറിയപ്പെടാൻ പോകുന്ന വാഴയിലെ ആ ഒരു അച്ഛൻ്റെ ക്യാരക്ടറിലായിരിക്കും നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രകടനങ്ങളിൽ. അപ്പോൾ എനിക്ക് അപ്പോഴും സമാധാനമില്ല. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സത്യമാണ്. ഞാനിത് ബബ്ബയുടെ ഷൂട്ടിൻ്റെയൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് രാത്രിയാണ് ഞാൻ ആദ്യത്തെ ഷോ കാണുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ വൻ ഹിറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. തമിഴ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആ പടം ഇരുന്ന് കാണുന്നത്, ചർച്ചയാക്കിയത്. അതെ, ഭയങ്കരമായിട്ട് അവരിന്ന് കാണുന്നുണ്ട്. കാര്യം മഞ്ഞുമലൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, മലയാള പടങ്ങളെ പറ്റി അവർക്ക് ഭയങ്കര ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാനടുത്ത് കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും തമിഴിൽ ഒരാൾ തിരിച്ചറിഞ്ഞു, അതെന്താ അപ്പ ക്യാരക്ടർ, ഇയാൾ ആൾക്കാരെ വിളിച്ചു കൂട്ടുകയാണ്. അവരെ ആഘോഷം കാണണം. എന്നെ അവിടെ ആ തിയേറ്ററിൽ കാണുമ്പോൾ, കോയമ്പത്തൂർ ആ മൾട്ടിപ്ലക്സിലിരുന്ന് കാണുമ്പോൾ അവർ ആഘോഷിച്ചു എന്നെ. എനിക്കുണ്ടായ ഒരു ഇതുണ്ടല്ലോ, ഞാൻ ആ മൊമെൻറ്റിൽ ഞാൻ വിപിൻ ദാസിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ എന്ത് പറഞ്ഞു മനുഷ്യ എന്നാണ് ആദ്യം പറഞ്ഞത്. ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ പുള്ളി എനിക്ക് 4-5 മിനിറ്റൊക്കെ ഓരോ വോയിസ് ഇട്ടിട്ട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങളെ ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റേ സോണിയിൽ വന്നിട്ടുള്ള ഏതാ ഇതുണ്ടല്ലോ, സൈജു ഗ്രൂപ്പ് വെബ് സീരീസ്, അതിൽ പുള്ളി എന്നെ അന്ന് വെക്കുകയല്ലേ, അതിലൊരു നെഗറ്റീവ് സാധനം തരുന്നു, പുള്ളി എന്നെ വിശ്വസിക്കുന്നു, അതിനുശേഷം വാഴയിൽ വിളിക്കുന്നു, ചെയ്യുന്നു. ഇതെല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും സന്തോഷമാണ്. അപ്പം നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആപ്റ്റാണെന്നുള്ളത് മാത്രമേ ഞാൻ തരുള്ളൂ, എല്ലാത്തിലും തരാമെന്ന് എനിക്ക് വാക്ക് തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ എങ്ങനെ സിനിമയെ കാണുമെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ പറ്റി ഓരോരുത്തരും നല്ലത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞു, നമ്മളെ പുഷ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ അത്രയും ചേർത്ത് പിടിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ എൻ്റെ അടുത്തുണ്ടാകത്തില്ലായിരിക്കും. അതെ, ഓരോ സ്ഥലത്തിരുന്ന് അവരൊക്കെ ഇത് ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് റീചാർജാണ്. ഓരോ കമൻസും ഓരോ 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 വാക്കുകളും നമുക്ക് റീചാർജ് ചെയ്യില്ല, നമ്മൾ ഓരോ മൊമെൻറ്റിനെ റീചാർജ് ചെയ്യണം. ഇതുവരെ ഡയറക്ടർമാർ ഏൽപ്പിച്ച കഥാപാത്രങ്ങൾ തിരിച്ച് വിശ്വാസമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയില്ല, എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണല്ലോ അവരെന്നിൽ തരുന്നത്. അതെ, തീർച്ചയായും അവരാ കാണിക്കുന്ന വിശ്വാസമാണ് എൻ്റെ ഈ പറഞ്ഞ എനർജി ബൂസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നമ്മൾ ഇതാ ഞാൻ പറയില്ല, എനിക്ക് ഒരിക്കലും മോണിറ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചെയ്തത് കാണാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ചെയ്തത്. അത് കാണാതെ വേണമെങ്കിൽ ഞാൻ പറയും, ഒരു ഓക്കെ വളരെ വേറെ സാധനം ചെയ്യട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടേക്കിന് തയ്യാറാകുന്നവരാണ്. എനിക്ക് ഈ മോണിറ്ററിലിരുന്ന് എൻ്റെ പ്രകടനം കാണുന്നതിനോട് എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് മോണിറ്ററിൽ കാണാനാണ്. എനിക്കത് ആഗ്രഹമില്ല. ഇല്ലാത്ത എന്തായിരിക്കും? എനിക്കത് പറ്റില്ല. കാര്യം ഒരു സംഭവം നമുക്ക് തന്നു, ഞാൻ ചെയ്തു, അത് ഓക്കെ പറഞ്ഞു, അത് ഡയറക്ടർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിൻ്റെ ഓക്കെയാണ്. അദ്ദേഹം കണ്ട സിനിമയിലെ ക്യാരക്ടറാണ് ഞാൻ അവിടെ ചെയ്തത്. പിന്നെ അതല്ല, എനിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉള്ളത് ഞാൻ ചോദിക്കും, ഒരു തവണ കൂടി ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചാൽ എല്ലാവരും സമ്മതിക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ അവർക്ക് ബെറ്റർ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്തോട്ടെ ചിന്തിക്കാറുണ്ട്. സിനിമ ഒരു മാജിക്ക് തന്നെ, തീർച്ചയായിട്ടും അത് ഭയങ്കര മാജിക്കാണ്. പക്ഷേ അത് ഭയങ്കര സത്യമുള്ള സംഭവമാണ്. ഭീകരമായിട്ട് അതിലൊരു സത്യസന്ധതയുള്ളൊരു സാധനം സിനിമ എന്ന് പറയുന്നത്. എന്ത് സത്യസന്ധത? എല്ലാ തരത്തിലും എന്ത് രീതിയിലായാലും സത്യസന്ധതയിലുണ്ട്. ഞാൻ പറയില്ല, ഒരു ചിരി ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്നതാണ് സിനിമ. സിനിമയെ നോക്കി നമ്മൾ നല്ല ചിരി ചിരിച്ചാൽ ആ ചിരി നമുക്കും തരും, സിനിമ തരും. ആ ചിരി മുന്നോട്ട് തുടരട്ടെ. അതോടൊപ്പം ഈ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ആഗ്രഹിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് സംഭവിച്ചു പോകുന്നതാണ്. അത് പറഞ്ഞ ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് സംഭവിക്കുന്നേ. ആർക്കായാലും, അത് ഞാനെന്നുള്ളതല്ല, ലോകത്താരായാലും അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ പണിയെടുക്കാൻ ഇറങ്ങണം, അമ്മാതിരി ആഗ്രഹിക്കണം. അതുപോലെ പണിയും ഉണ്ട്. അല്ല കിട്ടും, നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല. പണി ചെയ്യാൻ ഇറങ്ങിയാൽ പണി ചെയ്യണം, പക്ഷെ വേറൊരാൾക്ക് പണിയാകരുത്, അത്രയേ ഉള്ളൂ. അത് വലിയ പോയിന്റ് അല്ലേ? വേറൊരാളെ പണിയാനായിട്ട് നിൽക്കരുത്. ഈ അവസരത്തിൽ ഞാൻ ജിബിൻചേട്ടൻ്റെ അച്ഛനെയാണ് ഓർക്കുന്നത് കേട്ടോ. അന്ന് കൈപിടിച്ച് മകൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ യാത്ര ചെയ്ത് കടം കയറി മുടിഞ്ഞൊരവസ്ഥയെ വന്ന് നിൽക്കുമ്പോഴും, അല്ലല്ല, അച്ഛൻ എൻ്റെ ആഗ്രഹത്തിന് പുറകെ പോയിട്ടല്ല കേട്ടോ കടം കയറി. അല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് കടം കയറി ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും മകൻ്റെ ആഗ്രഹത്തെ മുടക്കിയിട്ടില്ല. ഇല്ല. അപ്പോഴും അച്ഛൻ്റെ കോൺഫിഡൻസ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ
എൻ്റെ മകൻ തെളിയിക്കും. തെളിയിക്കുന്നതിനുപരിയായിട്ട് അവൻ സിനിമ അവൻ്റെ അത്രയും വലിയ ആഗ്രഹമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, വേറെ പ്രത്യേകിച്ച് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിധത്തിലും അമ്മയും അച്ഛനും ഒരിക്കലും അത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. ഈ വീട്ടുകാരുടെ സപ്പോർട്ട് വലിയൊരു ഘടകമല്ലേ? ഭയങ്കര കാര്യമാണ്. അതിപ്പോൾ സപ്പോർട്ട് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, നമുക്ക് ചെറിയ പ്രായത്തിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ബലം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ അതെ. വേറെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാലും, വേറെ ആരും അത് ശരിയാവില്ല എന്ന് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതെ നിനക്കത് പറ്റൂടാ, നമ്മൾ കൂടെ ഉണ്ടാ എന്ന് പറയുന്നത് ഒരൊറ്റ വാക്ക് മതി അല്ലേ? ഒറ്റ വാക്ക് മതി. അതിപ്പോൾ ആരുടെ ജീവിതത്തിലായാലും കേട്ടോ, അത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ആരുടെ ജീവിതത്തിലായാലും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സമയത്ത് എൻ്റെ അനിയൻ പഠിത്തം നിർത്തിയിട്ട് നേരെ പട്ടാളത്തിൽ പോവാണ്. അവന് ഇവിടെ നിന്നിരുന്നെങ്കിൽ വേറെ ജോലി കിട്ടിയേനെ, പക്ഷെ അത് കളഞ്ഞിട്ട് അവൻ വീടിന് വേണ്ടി പോയവനാണ്. ഇന്നവൻ റിട്ടയറായി വന്നു. അടുത്ത ഒരു 6 മാസം നന്നായിട്ട് പഠിച്ചു. ഇപ്പം യൂണിയൻ ബാങ്കിൽ അവൻ നല്ലൊരു പോസ്റ്റ് ഇരിക്കുകയാണ്. അതാണ് ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവർക്കും എല്ലാം സംഭവിക്കുകയാണ്. അനിയൻ പടം കണ്ടോ? അനിയൻ കണ്ടു. അനിയന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. വേറൊരു സംഭവമുണ്ട്, ഭാര്യ ആദ്യമായിട്ട് ജിബി നന്നായിട്ട് ചെയ്തു എന്ന് പാതിരാത്രി എന്നെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിയിൽ കളിയാക്കുന്ന ആളാണ്. മീൻസ് അങ്ങനെയല്ല, അത് ഭയങ്കര നന്നായിട്ട് നല്ലൊരു സിനിമ ലവറാണ് അവള്. അത് ഉള്ളതുള്ളത് പറയും, ഉള്ളതുപോലെ പറയും. അത് മീൻസ് അവളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഞാനത് കേൾക്കാനും എപ്പോഴും ഇരിക്കാറുണ്ട്. എന്നാൽ റിവ്യൂ അങ്ങോട്ട് തുടങ്ങാൻ പറ. നല്ല രീതിയിൽ. അത് ആരുടെ സിനിമയെന്നൊന്നുമില്ല. എസ്പെഷ്യലി ഞാൻ ചെയ്ത സിനിമയാണെങ്കിൽ, ഞാൻ ചെയ്ത ഒരു സീനാണെങ്കിൽ പോലും അതിൽ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ കുറ്റമായിട്ട് തന്നെ പറയും. ബെറ്ററാക്കാമായിരുന്നു, എന്നാലും നന്നായിട്ട് ചെയ്താൽ പോലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ വൈഫ് പറഞ്ഞത് ഈ പടത്തിലാണ്, ഗംഭീരമായിട്ട് ചെയ്തു ജിബി, നന്നായിട്ട് ചെയ്തു, നീ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു. സത്യം, വൈഫ് അങ്ങനെ, നീ പ്രൂവ് ചെയ്തു. അങ്ങനൊരു കഥാപാത്രത്തെ ഞങ്ങൾക്ക് തന്നതിന് ജിംബ്രോ താങ്ക് യു കേട്ടോ. താങ്ക് യു. പിന്നൊരു ചക്കര ഉമ്മ, ഈ സിംപ്ലിസിറ്റിക്കും ഞങ്ങൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ അത്ഭുതത്തോടെ ഞങ്ങൾക്ക് തരുന്നതിനും ഒറ്റ വാക്കേ ഉള്ളൂ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.